യൂത്ത് ലീഗ് പ്രവർത്തകൻ അരിയൽ ഷുക്കൂർ വധക്കേസിൽ സിബിഐ സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രം ഇന്ന് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും. CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് MLA എന്നിവരുൾപ്പെടെ 6 ആളുകളുടെ പേരിൽ വധഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് സിബിഐ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM നേതാക്കൾക്കും ഷുക്കൂറിന്റെ കുടുംബത്തിനും ഇന്ന് നിർണായകമാണ്. കുറ്റപത്രം തള്ളിക്കളയണമെന്ന് P. ജയരാജനും TV രാജേഷ് MLAയും അടക്കമുള്ള പ്രതികൾ കോടതിയിൽ ആവശ്യപ്പെടും. ഇന്ന് CBI നിലപാട് അറിഞ്ഞ ശേഷം വിചാരണ എറണാകുളത്തേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടുള്ള നടപടികൾ ഷുക്കൂറിന്റെ കുടുംബം ശക്തമാക്കും. രാഷ്ട്രീയമായി ഇതിനോടകം ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ ഇന്നും കോടതിയിൽ നിർണായക നീക്കങ്ങളുണ്ട്. നേരത്തെ കണ്ടെത്തി സമർപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി യാതൊന്നും CBI സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിൽ ഇല്ലെന്ന് കാട്ടി കുറ്റപത്രം തള്ളാനുള്ള വാദം P. ജയരാജന്റെയും TV രാജേഷിന്റെ അഭിഭാഷകർ ഉയർത്തുമെന്നതാണ് ഇതിൽ പ്രധാനം. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഗൂഢാലോചനയും കൊലക്കുറ്റവും ചുമത്തപ്പെട്ട P. ജയരാജനെയും TV രാജേഷ് MLAയും കേസിൽ നിന്ന് ഒഴിവാക്കി കിട്ടാനായി വിടുതൽ ഹർജി തയ്യാറാക്കി കഴിഞ്ഞു. അനുബന്ധ കുറ്റപത്രത്തിൽ പരാമർശിക്കപ്പെട്ട P. ജയരാജൻ അടക്കമുള്ള പ്രതികൾ കോടതിയിൽ എത്തുന്നുണ്ട്. CBI പ്രതിനിധിയും കോടതിയിൽ ഹാജരാകും. വിചാരണ എറണാകുളത്ത് നടത്തണമെന്ന കാര്യത്തിൽ CBI തന്നെ മുൻകൈ എടുത്ത് കോടതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമെന്നാണ് ഷുക്കൂറിന്റെ കുടുംബം പ്രതീക്ഷിക്കുന്നത്. CBI കുറ്റം ചുമത്തിയ കേസുകൾ CBI കോടതിയിൽ വിചാരണ ചെയ്യണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം ചൂണ്ടിക്കാട്ടിയാകും ഇതിൽ തീരുമാനമറിഞ്ഞ ശേഷമാകും എറണാകുളം CBI കോടതിയിലേക്ക് വിചാരണ മാറ്റണം ആവശ്യപ്പെട്ട് ഷുക്കൂറിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുക. എന്നാൽ വിടുതൽ ഹർജിയിലടക്കം ഇന്ന് തീരുമാനമുണ്ടാകുമോ എന്ന് ഉറപ്പില്ല. പുതിയതായി യാതൊന്നുമില്ലെന്നും രാഷ്ട്രീയ കളിയാണ് പിറകിലെന്നും ആരോപിച്ച കുറ്റപത്രത്തിന്മേൽ കോടതിയിൽ ഇന്ന് നടക്കുന്ന എല്ലാ നീക്കങ്ങളും നിർണായകമാണ്. ജയരാജൻ 32-ാം പ്രതിയും രാജേഷ് 33-ാം പ്രതിയുമാണ്. ഇവരുൾപ്പെടെ 28 മുതൽ 33 പ്രതികൾക്കെതിരെയാണ് വധഗൂഢാലോചന കുറ്റം ചുമത്തിയിരിക്കുന്നത്. തലശ്ശേരി സഹകരണ ആശുപത്രിയിലെ 31-ാം നമ്പർ മുറിയിലാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. 28 മുതൽ 33 വരെയുള്ള പ്രതികളുടെ നേതൃത്വത്തിലായിരുന്നു ഇത്. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നതെന്നും CBI തലശ്ശേരി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. P. ജയരാജനും TV രാജേഷും ഗൂഢാലോചന നടത്തിയതിന് ദൃക്സാക്ഷികളുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പോലീസ് കേസ് അന്വേഷിച്ചപ്പോഴുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ തന്നെയാണ് CBI കേസിലും ഉള്ളത്. P. ജയരാജന്റെ കാറിന് നേരെ ആക്രമണം നടത്തിയ ലീഗ് പ്രവർത്തകരുടെ കൂട്ടത്തിൽ അരിയിൽ ഷുക്കൂറും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വക വരുത്തണമെന്ന് കൃത്യമായ നിർദ്ദേശം നൽകി. അതിനാലാണ് ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതിന് 120B വകുപ്പ് ചുമത്തിയത്. 1 മുതൽ 8 വരെയുള്ള പ്രതികളാണ് കൃത്യം നിർവഹിച്ചത്. പിടികൂടിയവരെ വക വരുത്തണമെന്നാണ് ഇവർക്ക് കിട്ടിയ നിർദ്ദേശം. അരിയിൽ ലോക്കൽ സെക്രട്ടറി തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഷുക്കൂറിനെ കൊലപ്പെടുത്തിയതെന്ന് റിപ്പോർട്ട്. കൊലക്കുറ്റത്തിന് കേസെടുത്തതിന് പിന്നാലെ TV രാജേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. എന്നാൽ ഭാര്യയെ കൊന്ന കേസിലെ പ്രതി ശശി തരൂർ ആദ്യം രാജിവെക്കട്ടെ എന്ന് രാജേഷ് തിരിച്ചടിച്ചു. 2012 ഫെബ്രുവരി 20-നാണ് കണ്ണൂർ തളിപ്പറമ്പ് അരിയിൽ സ്വദേശിയും MSFന്റെ പ്രാദേശിക നേതാവുമായിരുന്ന അരിയൽ അബ്ദുൾ ഷുക്കൂർ കൊല്ലപ്പെട്ടത്. P. ജയരാജന്റെ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞെന്നാരോപിച്ചാണ് കണ്ണൂരിലെ തളിപ്പറമ്പ് പട്ടുവത്തെ അരിയിൽ സ്വദേശിയും MSF പ്രാദേശിക നേതാവുമായ അരിയിൽ അബ്ദുൾ ഷുക്കൂറിനെ കണ്ണപുരം കീഴറയിലെ വള്ളുവൻ കടവിനടുത്ത് വെച്ച് കൊലപ്പെടുത്തിയത്. 2.5 മണിക്കൂറോളം ബന്ദിയാക്കി വിചാരണ ചെയ്ത് മൊബൈൽ ഫോണിൽ ചിത്രമെടുത്ത് അരിയിൽ ലോക്കൽ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്ത് ഉറപ്പുവരുത്തിയ ശേഷമാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. കൂടെയുണ്ടായിരുന്ന സക്കരിയയ്ക്ക് ഗുരുതരമായി വെട്ടേൽക്കുകയും ചെയ്തിരുന്നു. സക്കരിയയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. P. ജയരാജനെയും TV രാജേഷിനെയും പ്രതി ചേർത്ത് എറണാകുളം CJM കോടതിയിൽ CBI 2016 ഏപ്രിൽ 22-ന് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ആ കുറ്റപത്രത്തിൽ കൊലക്കുറ്റം ആരോപിച്ചിട്ടില്ലായിരുന്നു. ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച് ഷുക്കൂറിന്റെ മാതാവ് ആത്തിക്കയുടെ ഹർജിയിൽ 2016 ഫെബ്രുവരി 2-നാണ് ഹൈക്കോടതി CBI അന്വേഷണം ഉത്തരവിട്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.